ഭാരതത്തിൽ ദുർഗാസങ്കല്പത്തിൽ ചിലന്തിയെ ആരാധിക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. പത്തനംതിട്ട ജില്ലയിൽ ഏഴംകുളം കൈപ്പട്ടൂർ റോഡിൽ കൊടുമൺ ജംഗ്ഷനിൽ നിന്നും 1.5 കിലോമീറ്റർ കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന പള്ളിയറ ദേവീക്ഷേത്രമാണ് ചിലന്തിയമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഭഗവതീ ക്ഷേത്രത്തിൽ വന്ന് പൂജ ചെയ്ത് പ്രസാദം കഴിച്ചാൽ എത്ര കടുത്ത ചിലന്തി വിഷബാധയും ശമിക്കുമെന്നാണ് ഭക്തജന വിശ്വാസം. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും ആശ്ചര്യ ചൂടാമണിയുടെ കർത്താവും ചെന്നീർക്കര സ്വരൂപത്തിൻ്റെ അധിപനുമായ ശക്തിഭദ്രനുമായി ബന്ധപ്പെട്ടതാണ്. കൊടുന്തറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നതാണ് ഈ വിഗ്രഹം. നമ്പൂതിരിമാരുമായുള്ള അവകാശ തർക്കത്തെ തുടർന്ന് തൻ്റെ അവകാശമായി ലഭിച്ച മഹാവിഷ്ണു, ദുർഗാദേവി, ഗണപതി എന്നീ ദേവവിഗ്രഹങ്ങളിൽ ദുർഗാ ഭഗവതിയെ ശക്തിഭദ്രൻ കൊടുമൺ പള്ളിയറയിലും മഹാവിഷ്ണുവിനെ വൈകുണ്ഠപുരത്തും പ്രതിഷ്ഠിച്ചു. ശക്തിഭദ്രൻ കുന്നത്തൂർ താലൂക്കിൽ ഉൾപ്പെട്ട കൊടുമൺ പകുതിയിൽപ്പെട്ട ചെന്നീർക്കര സ്വരൂപമെന്ന ബ്രാഹ്മണ പ്രഭു കുടുംബത്തിലാണ് ജനിച്ചത്. ചെന്നീർക്കര സ്വരൂപത്തെക്കുറിച്ചുള്ള ആധികാരിക രേഖകളും കണ്ടെത്തലുകളും പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ വീരയോദ്ധാവായ ശ്രീ വേലുത്തമ്പിതളവ വീരമൃത്യു വരിച്ച മണ്ണടിയിലുള്ള വാക്കവഞ്ഞിപ്പുഴ മഠവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കാലക്രമത്തിൽ ചെന്നീർക്കര സ്വരൂപത്തിൽ ആൺപ്രജകളില്ലാതാവുകയും ശക്തിഭദ്ര സാവിത്രി, ശക്തിഭദ്രര് ശ്രീദേവി എന്നീ 2 അന്തർജനങ്ങൾ മാത്രം അവശേഷിക്കുകയും ഇവരെ 966 ആണ്ടിൽ വാക്കവഞ്ഞിപ്പുഴ മഠത്തിലെ കാരണവനായ ഇരവിതായരു എന്ന ബ്രാഹ്മണൻ ദത്തെടുത്തു എന്നും പറയപ്പെടുന്നു. പഴയ മലയാള ലിപിയിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ള എഴുത്തോല ഇന്നും മഠത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതായി കാണാവുന്നതാണ്. ശക്തിഭദ്ര കുടുംബത്തിൻ്റെ ആസ്ഥാനം കൊടുമൺ പള്ളിയറ ദേവീക്ഷേത്രത്തിന് സമീപമുള്ള കോയിക്കൽ കൊട്ടാരമായിരുന്നു. ക്ഷേത്രസ്പർശികളായ കൽപ്പിത കഥകൾ പരിശോധിച്ചാൽ അവയിൽ ചിലത് ചരിത്ര സംഭവങ്ങളുമായി അടുത്ത് കിടക്കുന്നതായി കാണാൻ കഴിയും. പുരാതനകാല ജനതയുടെ ആചാരാനുഷ്ഠാനങ്ങളും അവരുടെ ജീവിതചര്യകളും മനസ്സിലാക്കുവാൻ ചില ലിഖിതങ്ങളും വാസ്തുശില്പങ്ങളും ഗ്രന്ഥസമുച്ചയങ്ങളും സ്ഥലത്തെ മറ്റു പുരാവസ്തുക്കളും പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഉജ്ജ്വലങ്ങളായ എത്രയോ ആവിഷ്കാരങ്ങൾ ഉടലെടുത്തത് ക്ഷേത്ര സങ്കേതങ്ങളിൽ വെച്ചാണ്. അതിൽ മേൽപ്പത്തൂരും പൂന്താനവും കാളിദാസനും തുടങ്ങിയ നിരവധി സാഹിത്യ കലാകാരന്മാരുടെ വിജ്ഞാനരശ്മികൾ വിതറിയ സന്ദർഭങ്ങൾ ക്ഷേത്രങ്ങളായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ശക്തിഭദ്ര മഹാകവിക്ക് തൻ്റെ കാവ്യമായ ആശ്ചര്യ ചൂടാമണി രചിക്കാനിടയായ വിജ്ഞാനയുദയം ലഭിച്ചത് പള്ളിയറ ദേവീക്ഷേത്രത്തിലായിരുന്നു. ചെന്നീർക്കര രാജസ്വരൂപത്തിൻ്റെ കൊട്ടാരം വക തേവാരമൂർത്തിയായിരുന്ന ശ്രീ പള്ളിയറ ദേവീക്ഷേത്രം പിന്നീട് ചിലന്തിയമ്പലം എന്ന് പേര് വരാൻ കാരണം ശക്തിഭദ്ര കുടുംബത്തിലെ ഒരു അന്തർജനത്തിൻ്റെ നിർവ്വാണ കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവരെ ബ്രാഹ്മണൻ ദത്തെടുത്തു എന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവർ കോയിക്കൽ കൊട്ടാരത്തിൽ താമസമാക്കി ജീവിച്ചു പോന്നു. കാലാന്തരത്തിൽ അതിലൊരു അന്തർജനം ഏകാന്തവാസത്തിൽ ഏർപ്പെടുകയും ആത്മീയതയിൽ ലയിച്ച് അറയ്ക്കുള്ളിൽ ആദിപരാശക്തിയായ ദുർഗാ ഭഗവതിയെ തപസ്സനുഷ്ഠിച്ചു പോന്നു. തുടർന്ന് ഇവരിൽ ദേവീ ചൈതന്യമുള്ള ചിലന്തികൾ വലകെട്ടുകയും ചിലന്തികൾ ഇവരുടെ ആജ്ഞാനുവർത്തികളാവുകയും ചെയ്തു. ഈ വലയ്ക്കുള്ളിലിരുന്ന് അന്തർജനം സമാധിയായി തീർന്നു. ഈ ഭക്തിയുടെ ആത്മചൈതന്യം തൊട്ടടുത്ത ദുർഗാക്ഷേത്രത്തിൽ ലയിച്ചു ചേർന്നു ജഗദാംബികയിൽ മോക്ഷം പ്രാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അന്നു മുതലാണ് ക്ഷേത്രത്തിന് ചിലന്തിയമ്പലം എന്ന പേര് വന്നത് എന്ന് കരുതപ്പെടുന്നു. ഈ വിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ അനേകം ചിലന്തി വിഷബാധയേറ്റ വിഷബാധകരും മറ്റു തീർത്ഥാടകരും ഈ ക്ഷേത്രം ദർശനം നടത്തി രോഗശാന്തി നേടുന്നു. ചിലന്തിയമ്പലത്തെ സംബന്ധിച്ച് മറ്റൊരു വിശ്വാസ കഥ കൂടിയുണ്ട്. ചെന്നീർക്കര തമ്പുരാക്കന്മാരിൽ രവീന്ദ്രവിക്രമൻ പ്രശസ്തനായ വിഷചികിത്സകനായിരുന്നു. അപൂർവങ്ങളായ അങ്ങാടി മരുന്നുകളുടെ ശേഖരം തന്നെ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. രവീന്ദ്രവിക്രമന് 3 പെൺമക്കളായിരുന്നു. തൻ്റെ കാലശേഷം ചികിത്സ തുടർന്നു കൊണ്ടുപോകുവാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ തമ്പുരാൻ വലിയ കിടങ്ങ് കുഴിച്ച് തൻ്റെ സമ്പാദ്യമായ മുഴുവൻ അങ്ങാടി മരുന്നുകളും അതിലിട്ട് മൂടി. ക്ഷേത്രത്തിന് ചുറ്റുമായി കുഴിപ്പിച്ച ഈ കിടങ്ങിൽ നിന്ന് വരുന്ന ഔഷധ ജലമാണ് ക്ഷേത്രക്കിണറ്റിൽ എത്തിച്ചേരുന്നതെന്നാണ് വിശ്വാസം. തമ്പുരാൻ്റെ കാലശേഷം മക്കളിൽ മൂത്തവൾ വസൂരി ബാധിച്ചു മരിച്ചു. രണ്ടാമത്തവൾ ജ്യേഷ്ഠത്തി മരിച്ച നിരാശയിൽ ആത്മഹത്യ ചെയ്തു. മൂന്നാമത്തവൾ കൊട്ടാരത്തിൻ്റെ അറയിൽ കയറി തപസ്സനുഷ്ഠിച്ചു. ഇതോടെ ചെന്നീർക്കര രാജവംശവും ഇല്ലാതെയായി.
കാലശേഷം പറഞ്ഞെഴുതി വച്ചിരുന്ന ചെമ്പോല പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തമ്പുരാന്റെ സ്വത്തവകാശം മണ്ണടി വക്കവഞ്ഞിപ്പുഴ മഠത്തിനായി. നാളുകൾക്ക് ശേഷം അവിടെ നിന്ന് ആളുകളെത്തി അറ തുറന്നു നോക്കുമ്പോൾ ചിലന്തികളെ കൊണ്ട് മൂടിയ തമ്പുരാട്ടിയുടെ അസ്ഥികൾ മാത്രമാണ് കണ്ടത്. അങ്ങനെ ആ തമ്പുരാട്ടി ചിലന്തിയമ്മയായി. ദേവസ്ഥാനം കൽപ്പിച്ചു നൽകിയതോടെ കൊട്ടാരത്തിൻ്റെ നിലവറയിൽ ചിലന്തി തമ്പുരാട്ടിക്കും കിണറ്റുകല്ലിൽ മൂത്ത തമ്പുരാട്ടിക്കും നിവേദ്യം നൽകി വരുന്നു. കാലക്രമത്തിൽ തമ്പുരാട്ടിയെ വിധിപ്രകാരം പള്ളിയറ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വാസമുണ്ട്. ചിലന്തി അമ്പലത്തിൽ വിഷരോഗശാന്തിക്കുള്ള പ്രതിവിധി തേടി നിരവധി ആളുകളാണ് എത്തുന്നത്. വിഷബാധയേറ്റവർ ക്ഷേത്രത്തിലെത്തി കുളിച്ചു തൊഴുത് മലർനിവേദ്യം നടത്തുകയാണ് പതിവ്. തുടർന്ന് പൂജിച്ച ഭസ്മം വാങ്ങി ശരീരത്തിൽ ലേപനം ചെയ്യുന്നു. ഭസ്മലേപനത്തിൻ്റെ ശക്തിയാൽ ഒരാഴ്ചയ്ക്കകം വിഷാംശമില്ലാതെയായി രോഗശാന്തി വന്നു ചേരുന്നു. ഇവിടുത്തെ കിണറ്റിലെ ജലത്തിന് ഔഷധ ഗുണമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നിരവധി ഭക്തജനങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് കൊടുമൺ പള്ളിയറ ദേവീക്ഷേത്ര സന്നിധിയിലേക്ക് ചിലന്തിയമ്മയുടെ അനുഗ്രഹമേറ്റുവാങ്ങുവാൻ.